നമസ്കാരം. ഒരാളുടെ സ്വപ്നങ്ങളും അവരുടെ ചിന്തകളുമൊക്കെ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്താണ് അടുത്ത മാർഗം എന്നുള്ളതാണ്. ചിന്തകൾ, സ്വപ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിയാണെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? പുതിയ പുതിയ മേഖലകളിലേക്ക് എത്തുക, പുതിയ പുതിയ അധികാര സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ആ സ്ഥാനമാനങ്ങളിലിരുന്നിങ്ങനെ ജനത്തെ സേവിക്കുന്നു എന്ന തരത്തിൽ അവരെ സ്വന്തം കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുക. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്തവരായി രാഷ്ട്രീയത്തിൽ ആരുമില്ല എന്ന് പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ളവരിൽ പലരും മറുകണ്ഠം ചാടാൻ മിടുക്കരുമാണ്. അത് ഞാനൊരു കഥ പറഞ്ഞു പോകുന്നത് പോലെയാണ്. കാരണം പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ നടുക്കടലിൽ ചിലപ്പോൾ കാറ്റിലും കോളിലുമൊക്കെ പെട്ട് തകർന്ന് മുഷിഞ്ഞ് നാറിപ്പോകുന്ന ഒരു പായ്ക്കപ്പൽ അതുപേക്ഷിച്ച് ബുദ്ധിയുള്ള മനുഷ്യരൊക്കെ അവർക്ക് നേരെ നീട്ടിക്കിട്ടുന്ന കയറിലൊക്കെ പിടിച്ച് തലയെടുപ്പോടെ മുന്നിലേക്ക് ഇങ്ങനെ പ്രയാണം ചെയ്യും. ആ പ്രയാണം ചെയ്യുന്ന ആ കപ്പലിൽ കയറിപ്പറ്റും. ഇതൊക്കെ സ്വാഭാവികമാണ്. അധികാരം പോയി വഴിയാധാരമായി കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പത്മജ എന്ന് പറയപ്പെടുന്ന പത്മജ വേണുഗോപാൽ പെട്ടെന്നങ്ങ് വിമർശിച്ച് തള്ളരുത് അവരെ. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം, അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് ശ്രീലാപിള്ളയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവർ പറയുന്ന പോലെ ഈ സ്ത്രീകൾ പൊതുരംഗത്ത് വന്നാൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക എന്നത് ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ്. സ്ത്രീകളെ മെരിറ്റ് നോക്കി വിമർശിക്കാൻ അറിയാത്ത ഒരുതരം മനോവികൃതം. അത്തരത്തിൽ മനോവൈകൃതം പിടിച്ച ചില മനോരോഗികൾ അവർ അവരുടെ മനോവൈകൃതം പ്രകടമാക്കുന്നത് സ്ത്രീകളുടെ കിടപ്പറകളിലേക്ക് ഒളിഞ്ഞു നോക്കിയും അവരെയൊക്കെ തെമ്മാടിത്തരം പറഞ്ഞുമാണ്. അത്തരത്തിൽ ചെയ്യുന്നത് ശരിയാണോ? രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൻ്റെ യുവനേതാക്കളിൽ പ്രതീക്ഷ ഉയർത്തിയ ഒരു നേതാവായിരുന്നു. പക്ഷേ പത്മജ വേണുഗോപാൽ BJPയിൽ എന്ന് കേട്ടപ്പോളെ പത്മജയുടെ പിതൃത്വം തേടി ഇറങ്ങിയത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് തന്നെ പറയട്ടെ. സ്വന്തം അമ്മയെ അംഗീകരിക്കുന്ന ഒരുത്തനും അങ്ങനെ തോന്നാനും വഴിയില്ല എന്നുകൂടി പറയുകയാണ് ശ്രീലാപിള്ള. ചിലപ്പോൾ വീട്ടിൽ കാണുന്ന അമ്മയും കൂടെ താമസിക്കുന്നവളുമാരുമൊക്കെ അവരെയൊക്കെ പോലെയാണ് നാട്ടിലെല്ലാവരും എന്നൊക്കെ തോന്നുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത്തരത്തിലൊരു പ്രശ്നം കൂടിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. മരിച്ചുപോയ ഒരു സ്ത്രീയെപ്പറ്റി ഇത്തരം തെമ്മാടിത്തരം പറയുന്നവന്മാർ സ്വന്തം അമ്മമാർക്ക് നൽകുന്ന വിലയുണ്ടല്ലോ, ആ വിലയാണ് ഇതെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പരയിൽ പോകണമെന്നില്ല എന്നുകൂടി പറയുകയാണ്. കെ മുരളീധരൻ്റെയും കെ കരുണാകരൻ്റെയും ലെഗസിക്കായ്ക്ക് പടവെട്ടുന്ന രാഹുൽ മാങ്കൂട്ടം നടത്തിയത് സ്ത്രീ അധിക്ഷേപമാണ്. അനിൽ ആൻ്റണി BJPയിൽ ചേർന്നപ്പോൾ അമ്മയുടെ ഭർത്താവിനെ അന്വേഷിച്ച് പോകാത്ത ഈ മാങ്കൂട്ടമുണ്ടല്ലോ, പത്മജയെ ഇപ്പോൾ അധിക്ഷേപിച്ചത് സ്ത്രീ ആയതുകൊണ്ട് കൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നു. മനോവൈകൃതമുള്ള ഇത്തരം ഫ്രോഡുകൾ ഏതു രൂപത്തിൽ വന്നാലും സ്ത്രീകൾ ചെരുപ്പൂരി അടിക്കുക തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ വേണമെന്ന് ശ്രീലാപിള്ള പറഞ്ഞു വെക്കുന്ന ഒരു പോസ്റ്റുണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചു എന്ന് മാത്രം. കാരണം ഒറ്റപ്പെട്ടു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരാകുന്ന സ്ത്രീകളെ സംരക്ഷിക്കുവാൻ എന്ത് സംവിധാനമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് കേട്ടോ. കെ കരുണാകരൻ്റെ ലെഗസിയിൽ പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പലവട്ടം സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയും പലതരത്തിലുള്ള സ്ഥാനമാനങ്ങൾ KPCCക്കകത്തും കോൺഗ്രസിനകത്തുമൊക്കെ ലഭിക്കുകയും ചെയ്ത ഒരു നേതാവ് കൂടിയായിരുന്നു പത്മജ വേണുഗോപാൽ എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വലിച്ചെറിഞ്ഞ് BJPയിലേക്ക് പോയത് എന്ന് പറയേണ്ടത് അവർ തന്നെ ആയതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങളെ നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. അതായത് അവർക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങൾ കോൺഗ്രസിൽ ലഭിച്ചില്ല എന്നും അവർ പറഞ്ഞ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വന്നു എന്ന് പറയപ്പെടുന്ന, അവർ സ്ഥാനാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ചാലക്കുടിയിൽ ശ്രമിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളെ പിന്നെ അവിടെ സ്ഥാനാർത്ഥികളാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നും പറയുന്നതിനെ അന്വേഷിക്കുവാൻ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറായില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വച്ചാണ് കെ കരുണാകരൻ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ അതിമാനുഷികനായ അതികായനായ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൾ ഇങ്ങനെ മറുകണ്ഠം ചാടിയത് എന്നുള്ള വാദമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ അവിടെ
ആ പത്മജ വേണുഗോപാൽ ആരുമോ ആയിക്കോട്ടെ, ആരുടെ മകളോ ആയിക്കൊള്ളട്ടെ, ആ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ആയിക്കൊള്ളട്ടെ, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ശരിയാണോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ചില കാര്യങ്ങളോട് ഞാൻ ചില കാര്യങ്ങൾ കൂടി ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നത്. ശ്രീല പറഞ്ഞ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അനിൽ ആൻ്റണി കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വായ പണയം വെച്ചിരുന്നു ഏതെങ്കിലും സഹകരണ ബാങ്കിൽ? ഇനി മറ്റൊന്ന്, ഇപ്പോൾ ഇവിടെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രം ഉണർന്നെണീക്കുവാൻ പാകത്തിന് എങ്ങനെയാണ് രാഹുലിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടിയിരുന്നത് എന്തായിരുന്നു? അനിൽ ആൻ്റണി മറുകണ്ഠം ചാടിയപ്പോൾ ഇതേ തന്തയ്ക്ക് വിളി ആ AK ആൻ്റണിയെയും വിളിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ അനിൽ ആൻ്റണിയോടും പറയേണ്ടായിരുന്നല്ലോ. അതെന്തുകൊണ്ട് പറഞ്ഞില്ല? അന്ന് പറയാതെ മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ AK ആൻ്റണിയെയും വിളിക്കണമായിരുന്നു, അല്ലെങ്കിൽ അനിൽ ആൻ്റണിയുടെ തന്തയ്ക്കും വിളിക്കണമായിരുന്നു. അതെന്തുകൊണ്ട് ചെയ്തില്ല? അതും ചെയ്യേണ്ടതല്ലേ? പകരം സ്ത്രീ ആയതുകൊണ്ടാണോ പത്മജ വേണുഗോപാലിനെതിരെ ഇങ്ങനെ തന്തയ്ക്ക് വിളി നടത്തിയത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറയേണ്ട ബാധ്യത ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഞാൻ ആ പോസ്റ്റിൽ വായിച്ച ഒരിടത്ത് സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റിനെ ഇതിനകത്തേക്ക്, ഈ എൻ്റെ വീഡിയോയ്ക്കകത്തേക്ക് ഉൾപ്പെടുത്തിയത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കേണ്ടിയിരുന്നത് ആദ്യം അനിൽ ആൻ്റണിയോടായിരുന്നു, നിങ്ങൾ ഏത് തന്തയ്ക്ക് പിറന്നതാണ് എന്നുള്ള ചോദ്യം ചോദിക്കേണ്ടിയിരുന്നു. പക്ഷെ അത് ചോദിച്ചില്ല. അന്ന് നാവടക്കി വെച്ചു. അന്ന് പല മഹാന്മാരും നാവടക്കി വെച്ചു. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചോദിച്ചിരുന്നു, അനിൽ ആൻ്റണി AK ആൻ്റണിയുടെ മകനായ അനിൽ ആൻ്റണി BJPയിൽ പോയ സമയത്തിന് ആൻ്റണിയെ പരമവിശുദ്ധനാക്കുന്ന തരത്തിലുള്ള കോൺഗ്രസിൻ്റെ നീക്കവും, അതേസമയം ഉമ്മൻചാണ്ടിയുടെയോ അല്ലെങ്കിൽ K കരുണാകരൻ്റെയോ രമേശ് ചെന്നിത്തലയുടെയോ മക്കൾ എപ്പോഴെങ്കിലും മറ്റുള്ള പാർട്ടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെങ്കിൽ കോൺഗ്രസിനത്തെ അകത്തെ ഈ യുവതുർക്കികൾ എന്തൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ യുവതുർക്കി കഴിഞ്ഞ ദിവസം പത്മജയ്ക്കെതിരെ കാണിച്ചതിൻ്റെ ഇരട്ടിയായിരിക്കും ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയുടെയും മക്കളായിരുന്നു പോയിരുന്നുവെങ്കിൽ പറയുമായിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ചാനൽ ചർച്ചകളിലൂടെയാണ് ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറാൻ കഴിഞ്ഞത് എന്നുള്ളത് മറന്നു പോകരുത്. അല്ലാതെ നിങ്ങൾ വളർന്നു വന്ന പ്രസ്ഥാനത്തിൻ്റെ KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാവിൻ്റെയോ ലെഗസിയിൽ വളർന്നു വന്ന ഒരു നേതാവല്ല താങ്കളെന്ന് മനസ്സിലാക്കുക. താങ്കളെ ജനം തിരിച്ചറിഞ്ഞത് നല്ല വാക്കുകൾ ഉപയോഗിച്ച് വലിയ അനുഭവ സാക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടെത്തിയപ്പോൾ ചില ജനങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കൂടെയുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കൂടിയും പൊതുസമൂഹത്തിലെ മറ്റുള്ള പലർക്കും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളെക്കുറിച്ച്. നിങ്ങളെ ചിലപ്പോൾ ജനങ്ങൾ വിശ്വസിച്ചേനെ എന്ന്. പക്ഷേ നിങ്ങളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കം, സ്ത്രീകൾക്കെതിരെയുള്ള ഈ അധിക്ഷേപം, ഇത് പക്ഷേ ചിലപ്പോൾ അവർ പൊറുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാറി ചിന്തിക്കുവാൻ ശ്രമിക്കുക. സ്ത്രീ അധിക്ഷേപമൊക്കെ മാറ്റിവെച്ച്, തന്തയ്ക്ക് വിളിയൊക്കെ മാറ്റിവെച്ച് സ്വന്തം പാർട്ടിയെ നയിക്കുവാനും സ്വന്തം പാർട്ടിയിലുള്ള പുഴുക്കുത്തുകളെ കണ്ടുപിടിക്കുവാനും അവരുടെ തന്തയ്ക്ക് വിളിക്കുവാനും ശ്രമിച്ചതിന് ശേഷം മാത്രമേ ഇനി മറ്റുള്ളവൻ്റെ തന്തയ്ക്ക് വിളിക്കുവാൻ ശ്രമിക്കാവൂ എന്നുകൂടി പറയട്ടെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് നല്ലൊരു ഭാവിയുള്ള നേതാവ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ തറ പരിപാടികളൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ പാർട്ടിയുമായി മുന്നോട്ട് പോകുക, അതിനകത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കുക, അതിനെ നന്നായി കൊണ്ടു നടക്കുവാൻ ശ്രമിക്കുക.